Speech disorders. Speech disorders എന്ന് പറഞ്ഞാൽ any disruption in creation or formation of speech sounds ആണ്. സ്പീച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് for a quick and efficient communication. Different types of speech disorders ഉണ്ട്. ഇതിലൊന്നാണ് ആർട്ടിക്കുലേഷൻ ഡിസോർഡർ. ആർട്ടിക്കുലേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു certain സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. ഇത് either structural or functional issues ആവാം. പിന്നെ വരുന്നതാണ് വോയിസ് ഡിസോർഡേഴ്സ്. വോയിസ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ വോയിസിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ്. അതായത് ബ്രേക്ക് ആയി പോവുക, അല്ലെങ്കിൽ വോയിസിൽ കരകരപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ വോയിസ് ഡിസോർഡേഴ്സ് ഉണ്ടാവുക. ഇതൊക്കെയാണ് വോയിസ് ഡിസോർഡേഴ്സിൽ പൊതുവെ കാണുന്നത്. ഇതൊന്നിക്കിൽ വോയിസ് ഓവറായിട്ട് യൂസ് ആക്കുമ്പോഴോ അല്ലെങ്കിൽ വോക്കൽ ഫോൾസിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഇതുണ്ടാവുക. പിന്നീട് വരുന്നതാണ് ഫ്ലുവൻസി ഡിസോർഡേഴ്സ്. നമ്മൾ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഈസി ഫ്ലോയിലാണ് സംസാരിക്കുന്നത്. ഈ ഈസി ഫ്ലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഫ്ലുവൻസി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ വിക്ക് അല്ലെങ്കിൽ സ്റ്റട്ടറിങ് എന്ന് കേട്ടിട്ടുണ്ടാവും. അത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെയുള്ളതാണ് റെസൊണൻസ് ഡിസോർഡേഴ്സ്. റെസൊണൻസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് വോയിസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതായത് നോസ്, ത്രോട്ട്, മൗത്തിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സിനെ കുറിച്ചും ഉടനെ തന്നെ വീഡിയോസ് ഇടുന്നതാണ്. താങ്ക് യു.